സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കലിനെ കുറിച്ചും വിശദമാക്കിയ മുഖ്യമന്ത്രി നവകേരളം എന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള നയമാണ് ഇടതു സർക്കാർ നടപ്പിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തിറക്കും. കേന്ദ്രം ഞെരുക്കിയത് സാമ്പത്തിക രംഗത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അർഹമായ പലതും തടഞ്ഞുവെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. 9 വർഷം നീണ്ട പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിനിടെ നവകേരള സദസ്സിന്റെ സമയം ഒഴിച്ചു നിർത്തിയുള്ള അവസരത്തിൽ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആദ്യത്തെ ഔദ്യോഗിക വാർത്താ സമ്മേളനമായിരുന്നു ഇന്നത്തേത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വാർത്താ സമ്മേളനം നടത്തിയത്. കേരളം വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി എല്ലാ വാർഷിക വേളകളിലും പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നതാണ് ഈ സർക്കാരിൻ്റെ ഒരു സവിശേഷത. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലിയിൽ ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാനത്തിനെതിരായ നിലപാടാണ് പൊതുവെ പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഭരണം ഉറപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ 4ാം വാർഷികം മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ചു നൽകി ആഘോഷിച്ചു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.